ശ്രീമദ് ഭാഗവതം ഇന്ന് 6-ാമത്തെ അധ്യായമായിട്ട് നാരദ പൂർവജന്മ ചരിത്രമാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഏതൊരു കർമ്മത്തിനും ഒരു കർമ്മം നടക്കുന്നത് പ്ലാൻ അനുസരിച്ചാണ്. ആ പ്ലാനിൽ ഒരു സമയബന്ധിതമായിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടിയും സമയബന്ധിതമായിട്ടൊരു പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാനിലും ഓരോ സമയത്ത് കർമ്മം ആരംഭിക്കേണ്ടപ്പോൾ അവിടെ പോയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം. കാരണം ഒരു സിസ്റ്റത്തിന് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം സത്വഗുണപ്രകാരം എല്ലാവർക്കും ഒരു ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കാനാണ് താല്പര്യം. ഏത് സിസ്റ്റമായാലും, ബ്രഹ്മാവായാലും വിഷ്ണുവായാലും എല്ലാവരും തന്നെ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കാനാണ് താല്പര്യം. അതിൽ നിന്ന് മാറ്റപ്പെടുത്തേണ്ടി ഒരു ഫോഴ്സ് അവിടെ പ്രയോഗിക്കണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എങ്കിലേ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു കറക്റ്റ് സമയത്തുമ്പോൾ ഒരു ട്രിഗറിങ് പൾസ്, ആ പൾസ് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ചിന്ത വന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പിന്നെ ഓടുന്നത്. ആ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ട്രിഗറിങ്, സയൻസിൽ ട്രിഗറിങ് പൾസ് എന്ന് പറയും. അതാണ് നാരദൻ. അപ്പോൾ ആര് ഏതും നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മാറ്റം വരുത്താൻ ഒരു ഫോഴ്സ് പ്രയോഗിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് വലിയ ചേഞ്ചസുകൾ നടക്കുന്നത്. അത് സൃഷ്ടി മുതലുണ്ട്. അതാണ് ആദ്യം ഉണ്ടായത്. അതാണ് നാരദൻ. അപ്പം ആ നിലയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഭാഗവതത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ സുതൻ പറയുകയാണ്, വേദവ്യാസൻ സുതനാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേദവ്യാസൻ വീണ്ടും നാരദരോട് ചോദിക്കുന്നു. നാരദരോട് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ 2, 3, 4 പറയുകയാണ്. ആ സന്യാസികളായ മുനിവര്യന്മാര് ദൂരദേശത്തേക്ക് പോയതിന് ശേഷം, അതായത് ഇദ്ദേഹത്തിന് ജ്ഞാനമെല്ലാം നൽകിയിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ, അങ്ങ് പിന്നീട് എന്ത് ചെയ്തു? അപ്പം അങ്ങേരുടെ ചരിത്രം പറയാൻ പോവുകയാണ്. അങ്ങേര് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്. എങ്ങനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്? ആ ബ്രഹ്മത്തിന് വേണ്ടി എല്ലാ കർമ്മവും ചെയ്യുന്നവനാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുക. ഒന്നുകിൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിനായിക്കൊണ്ട് ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൽ അപ്പോൾ ഇടപെട്ടുകൊണ്ട് ആ ശക്തിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ബ്രഹ്മം ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രോഗ്രാം ഉണ്ടാക്കി, ഓരോ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ മാറ്റം വരുത്തിയിട്ടല്ലേ ലോകം പുരോഗമിക്കുന്നത്. ആ സമയത്ത് പോയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഇടപെട്ടുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് തള്ളിവിടുക. ഇതാണ് നാരദൻ്റെ സ്ഥിതി, ജോലി. ആ ബ്രഹ്മത്തിനെ സേവിക്കുക, അതിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുക. അപ്പോൾ ആ നാരദൻ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അവർ ഈ ജ്ഞാനെല്ലാം തന്നതിൻ്റെ ശേഷം എന്താണ് പിന്നെ ചെയ്തതെന്ന്. യഥാർത്ഥത്തിൽ നാരദൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിസ്സാർത്ഥ കർമ്മം, അതിന് കർമ്മത്തിൽ വേണ്ട ചെയ്തു കൊടുക്കുക. മറ്റെന്ത് പറയുന്നു? പിന്നീട് ആയുഷ്കാലം ജീവിച്ചതും അതിനുശേഷം കാലം വന്നപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ചതും എല്ലാം എങ്ങനെയാണെന്നൊന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ സമയത്തുമ്പോൾ ശരീരം ഉപേക്ഷിച്ചിട്ട് അതെങ്ങനെയാണ് ഉപേക്ഷിക്കുക എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അന്ന് പഴയ കാലമെല്ലാം എങ്ങനെയാണ് ഓർക്കുന്നത്, അതായത് കഴിഞ്ഞ ജന്മത്തിലും എല്ലാം അങ്ങുണ്ട്. കാരണം പ്രപഞ്ച സൃഷ്ടി മുതൽ അവസാനം വരെ ആരുണ്ട്? ഈ നാരദനുണ്ട്. നാരദന് എല്ലാ കാലത്തിലും പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഓരോ യുഗത്തിലും ഇങ്ങനെ കഴിയുന്തോറും പുരോഗതി നേടുമ്പോൾ അതിനനുസരിച്ച് ഓരോ സ്ഥലത്തും പോയിട്ട് കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ചു വിടേണ്ട ജോലിയാണ് നാരദന്. അപ്പോൾ അത് ലോകാവസാനം വരെ വേണം, ലോകാവസാനം കഴിഞ്ഞാലും വേണം. അത് പിന്നെ തുടങ്ങാനും കുത്തി അടക്കിക്കൊണ്ട് വേണം
ഒരു പ്രേരിപ്പിക്കണമെങ്കിലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. നമ്മളീ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് കുത്തികളൊക്കെ രാവിലെ കട്ടുമ്മൽ ഇറങ്ങേണ്ട സമയത്ത് പോയി ഒന്ന് കുത്തി അടിക്കും. എന്നിട്ട് പിന്നെ പോയി തേക്കട പല്ല് തേക്കടാന്ന് പറയും, പിന്നെ കുളിക്കടാന്ന് പറയും, പഠിക്കടാന്ന് പറയും. ഇങ്ങനെയെല്ലാം കുത്തിയിളക്കി വിടുന്ന മാതിരി തന്നെ എല്ലാ കർമ്മങ്ങളിലും ഒന്ന് കുത്തിയിളക്കിയാലേ കാര്യം നടക്കുള്ളൂ. ആ ഒരു ധർമ്മമാണ് നാരദനുള്ളത്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, അങ്ങേക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. നമുക്കൊന്നും കഴിഞ്ഞ ജന്മത്തിലൊന്നും ഓർമ്മയില്ല, അങ്ങേക്ക് മാത്രം അതുണ്ട്. പക്ഷേ കാലം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും കഴിഞ്ഞ സംഭവങ്ങൾ മറച്ചു വെച്ചാൽ നമ്മളും കഴിഞ്ഞാൽ ജനിക്കുകയും മരിക്കുകയും ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നാരദനത് മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇനി 5 മുതൽ 9 വരെ നാരദൻ പറയുന്നു, അങ്ങനെ സന്യാസന്മാരെല്ലാം ദൂരദേശത്തേക്ക് പോയല്ലോ. അപ്പോൾ ഞാനെങ്ങനെയായിരുന്നു? ഞാൻ ഏകനായ പുത്രനായിരുന്നു, ദാസിയുടെ മകനായിരുന്നു. ആ ദാസിക്ക് ഒറ്റ മകനേ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടയ്ക്ക് അമ്മക്കെന്ത് പറ്റി? അമ്മക്കെന്തായിരുന്നു? എന്നോട് ദാസിയാണല്ലോ, എന്നോട് വലിയ സ്നേഹമില്ലായിരുന്നു. എന്നെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു. എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരാനെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പാവത്തിന് അതൊന്നും പറ്റിയില്ല. കാരണം ദാസിയാണ്, അതിനുള്ള കഴിവൊന്നും ഇല്ല, ഒരു മരം കണക്കേ ആയിരുന്നു എന്നാണ് പറയുന്നത്. മരം കണക്ക്. അവർ എൻ്റെ ഉന്നതി ആഗ്രഹിച്ചെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകം ഈശ്വരൻ്റെ അധീനതയിലാണല്ലോ. അപ്പോൾ ഇനി പറയാൻ പോകുന്നതെല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ വഴികൾ നാരദനിലൂടെ പറഞ്ഞു തരികയാണ് നമുക്ക്. ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥകൾ, ഈ പ്രപഞ്ച നിയമങ്ങളെല്ലാം നാരദനിലൂടെ പറഞ്ഞു തരുന്നതായിട്ട് കണ്ടാൽ മതി. കഥയിലൂടെയാണിത്, കഥയാണ്. അപ്പോൾ ലോകം ഈശ്വരൻ്റെ അധീനതയിലാണല്ലോ. അതായത് അമ്മക്ക് എന്നെ സഹായിക്കാനെല്ലാം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മക്കത് പറ്റിയില്ല. കാരണം ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ലോകമാണ്. അപ്പം നമ്മളിൽ നമുക്ക് എന്തെല്ലാം കിട്ടണം, എന്ത് നേടണം, എന്തിനെല്ലാം നമ്മളെ വിടണം, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ലോകമാണ്. അപ്പം നമ്മൾ പഠിക്കണമെന്നോ നമ്മൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യണമെന്നോ എല്ലാം നമ്മളെ ഇതുകൊണ്ടല്ല, ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവന് വലിയ ഗുണമൊന്നും ചെയ്യണമെന്നൊന്നോ, ചെറുതിൽ കുട്ടിയായിരിക്കുമ്പോൾ ഇവന് ഒന്നും ചെയ്തു കൊടുക്കാനും നമുക്ക് ചെയ്തു കൊടുക്കാനൊന്നും അവിടെ ആവശ്യമില്ല. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്ന കാലം. അപ്പം അമ്മ ഒരു പാവകണക്കെയായിരുന്നു എന്ന് പറയുകയാണ്, മരക്കണക്കെ. അതായത് ഈ പൾസെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട്, അത് നിശ്ചലമാണ്. അതിൽ നിന്നാണ് ഈ ചിന്തകരി വരുന്നത്. ഈ നമ്മളകത്തുള്ള നാരദൻ കയറി വരുന്ന എപ്പോഴാണ്? നമ്മളെ മനസ്സിൽ ഒരു സിഗ്നൽ കയറി വരും. ഏതിലൂടെ? നാഡികളിലൂടെ ഒരു സിഗ്നൽ കയറി വരും. ആ ഓടട അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടും. ആ സമയത്ത് പോകും. അടിയട എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ദേഷ്യം വന്ന് കയറി അടിക്കും. ഇതെല്ലാം ഒരു പൾസാണ്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മരം കണക്കെയുള്ള സ്ഥാനത്തു നിന്നാണ് വരുന്നത്. അതിന് വേറെ റോളൊന്നുമില്ല. അപ്പം അമ്മ എന്നത് എടുത്തു പറയാനൊന്നും ഇല്ല. പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നത്? അതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അന്ന് ദിക്കൊന്നും മറയാതെ 5 വയസ്സുകാരനായിരുന്നു ഞാൻ. അതായത് ചെറുതിലുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ അവിടെയുള്ള ബ്രാഹ്മണരായ ബുദ്ധിമാന്മാർ, അതായത് പ്രപഞ്ച സൃഷ്ടി നടക്കുന്ന സമയത്ത് തന്നെ അതുണ്ട്. അവിടെയാണ് വാസം. കാരണം ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്ന കർമ്മമാണ്. കാരണം ഈ ട്രിഗറിങ് പൾസ് എന്നെല്ലാം പറയുന്നത് ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇലക്ട്രോണിക്സിൽ പ്രധാനപ്പെട്ട ആ സയൻസിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ട്രിഗറിങ് പൾസ് എന്ന് പറയുന്നത്. സയൻസിൻ്റെ അഡ്വാൻസ് ഫോമാണ്. നമ്മളെ മനസ്സിൽ തന്നെ കുത്തിയടപ്പം നമ്മളെ ഓരോ സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടിക്ക് ഒരു പ്രേരണ ഉണ്ടാക്കുക എന്നെല്ലാം പറയുന്നത് വലിയ ടെക്നോളജിയാണ്. അത് ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടതാണ്, ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ട. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണരുടെ അടുക്ക് ഞാനങ്ങനെ താമസിച്ചു.
ഒരു നാൾ രാത്രി പശുവിനെ കറക്കുവാൻ ഇറങ്ങിയ അവർ കാലപ്രേരിതമായ ഒരു പാമ്പ് കടിയാൽ മരിച്ചു. കാലപ്രേരിതമായ ഒരു പാമ്പ് കടിയാൽ മരിച്ചു എന്നാണ് പറയുന്നത്. ഇനി നാരദന്റെ അമ്മ കാലം പ്രേരിപ്പിച്ച പാമ്പ് കടിച്ചിട്ടാണ് മരിച്ചോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മരണം ചിലപ്പം പാമ്പ് കടിയായിട്ടാണെങ്കിൽ ആ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നത് കാലമാണ്. നമ്മൾ ധരിക്കുന്ന ആ പാമ്പാണെന്ന് നമ്മളെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പാമ്പ് കടിച്ച് മരിക്കണം. ഇതെല്ലാം കാലം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയല്ലാണ്, എപ്പോഴാണ് ലോകം അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ലോകം അവസാനിപ്പിക്കേണ്ടതും മനുഷ്യരെ അവസാനിപ്പിക്കേണ്ടതും എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അത് തീരുമാനിച്ച മാതിരിയാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് സമയം എത്തി, അപ്പോൾ ഒരു പാമ്പ് വന്ന് കടിക്കട്ടെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊന്നും എന്തെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണ്, എല്ലാം കാലമാണ്. കാലപ്രേരിതമായി പാമ്പുകൾ കടിച്ചു എന്നാണ് പറയുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ നിഗൂഢമായ രഹസ്യമാണ്. അത്രയും പ്ലാനായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എത്ര കാലം ജീവിക്കണം, എങ്ങനെ മരിക്കണം എന്നെല്ലാം അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃഷ്ണന് കാണിച്ചു കൊടുത്തല്ലോ വിരാട രൂപത്തിലൂടെ. ഭീഷ്മരെല്ലാം കാലത്തിൻ്റെ വായിലേക്ക് അങ്ങ് ചെല്ലുന്നത് മരിച്ചിട്ട്. അപ്പം അതെല്ലാം ഓൾറെഡി തീരുമാനിക്കുകയാണ്. ഇപ്പം പശുവിനെ കഴിക്കാൻ രാവിലെ എണീറ്റ് പോയപ്പോൾ പാമ്പ് കടിച്ച അതെല്ലാം കാതയിൽ പൊടിക്കുന്നെങ്കിലും വെച്ച് എഴുതിയതാണ്. പക്ഷേ ഇതെല്ലാം വേദവ്യാസൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് ഇവിടെ ഒരു നാരദൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ എടുത്ത് വ്യാഖ്യാനിച്ച് നമുക്ക് തരുന്നത്. എന്നിട്ട് 10 എന്ത് പറയുന്നു, അപ്പോൾ ഞാൻ അത് ഈശ്വരൻ്റെ അനുഗ്രഹമായി കരുതി. അപ്പോൾ അമ്മ മരിച്ചത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. കാരണം എന്തുകൊണ്ട്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാമല്ലോ, അല്ലെ അമ്മേനെ നോക്കിയിരിക്കട്ടെ. അപ്പം അതും ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട്. അപ്പം ഈശ്വരനാണ് ഓരോന്നെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ അമ്മ മരിക്കുന്നതും ഒരു അനുഗ്രഹമായിട്ടാണ് ഇവൻ കാണുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റി. ഇവിടെ പോയി വടക്ക് ദിക്കിലേക്ക് പുറപ്പെടും. എന്നിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവൻ ഈ ലോകത്ത് കറങ്ങാത്ത സ്ഥലമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും പേര് ഇവിടെ പറയുകയാണ്. എല്ലാത്തിൻ്റെ പേരായിട്ടല്ല, എല്ലാ സംഗതികളെയും എടുത്ത് പറയുകയാണ്. 11 മുതൽ 14 വരെ. അവിടെ സമൃദ്ധമായ നാട്ടിൻപുറമുണ്ട്, എല്ലാം സമൃദ്ധിയായ നാട്ടിൻപുറമുണ്ട്. രാജധാനികളുണ്ട്, അഗ്രഹാര്യങ്ങളുണ്ട്, തെരുവുകളുണ്ട്, രത്നഖനികളുണ്ട്, കർഷക ഗ്രാമങ്ങളുണ്ട്, മലയോര പ്രദേശങ്ങളുണ്ട്, കാടുകളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, പാറിപ്പറക്കുന്ന വണ്ടുകളുണ്ട്, വണ്ടിനെ പോലും പറഞ്ഞിരിക്കുക, താമര പൊയ്കകളുണ്ട് എന്നിവയെല്ലാം ഒറ്റക്കായി തന്നെ ഞാൻ നടന്നു കണ്ടു. ഈ ശക്തി വിശേഷം പ്രപഞ്ചം മുഴുവൻ കറങ്ങിയാണ്. ഇതിലെല്ലാം സഞ്ചരിക്കുന്ന ശക്തിയാണ് ഈ നേരത്തെ നാരദൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രേരക ശക്തിയാണ് ഇത്. എല്ലാத்தைയും കുത്തി ഇളക്കി കൊടുക്കലാണ് ജോലി. പിന്നെന്താ, രാമച്ചം, ഓട, ശരപ്പുല്ലുകൾ, കുശപ്പുല്ലുകൾ, മുളകൾ, പാമ്പ്, മൂഞ്ഞ, കുറുനരി, ഇങ്ങനെയെല്ലാം വൻകാടുകൾ എന്നിവയെല്ലാം കണ്ട് ഞാനങ്ങനെ എല്ലാം കണ്ടു നടന്നിട്ട് ഈ ലോകത്തിലുള്ള എല്ലാം കണ്ടു നടന്നുകൊണ്ട് ഞാനങ്ങനെ നടന്നു. ഇനി 5-16 എന്ന് പറയുന്നു, എൻ്റെ ഇന്ദ്രിയെല്ലാം തളർന്നു. നടന്ന് ഞാൻ തളർന്നു, ക്ഷീണിച്ചു. പിന്നെ ശരീരവും തളർന്നു, ശരീരവും ക്ഷീണിച്ചു. വല്ലാത്ത ദാഹം, വിശപ്പും, ഭയങ്കര വിശപ്പും. അപ്പം സന്യാസിയായിരിക്കാൻ പോകുന്നവർ ഇങ്ങനെയെല്ലാം സഞ്ചരിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നവരുടെ ചര്യയാണ് ഈ പറയുന്നത്. നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ എല്ലാവരോടും, ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം, അങ്ങോട്ട് പോകണമെന്ന്. പോകുന്നവരെങ്ങനെ പോകണം, ഇങ്ങനെ അങ്ങ് കാട്ടും കുറേ എല്ലാ സ്ഥലത്തും അങ്ങ് പോകണം, വൃത്തിയിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കൊടുക്കുക. അപ്പം കുറച്ചേരം ഇരിക്കാം, എന്നിട്ട് അങ്ങനെ കാറ്റും പുറം പോകുന്ന മാതിരി നടന്നോളണം, കുടുംബത്തെ ഉപേക്ഷിച്ചു. ഇത് അമ്മയും കൂടി ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു അമ്മ. ഇപ്പം അമ്മേൻ്റെ ബന്ധവും തീർന്നല്ലോ. ഇത് സ്വതന്ത്രനായി ദൈവം സഹായിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ബന്ധുവും ചിന്തിക്കാതെ പോകാം. നമ്മളെല്ലാം പോകുമ്പോൾ എന്ത് വേണം, എല്ലാ ബന്ധുക്കളെയും വിളിച്ചിട്ട് സമ്മതവും വാങ്ങിയിട്ട് പുതുതുണി അടക്കം എടുത്ത് കളഞ്ഞിട്ട് പോകണം. എന്നിട്ട് ഒരു നദിയിൽ കുളിച്ച് അവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ അത്രയല്ലേ പാടുള്ളൂ, വെള്ളം തന്നെ മതി. നദിക്കടലിൽ താമസിക്കുക, വെള്ളം കുടിക്കുക, അതോടെ തളർച്ചയെല്ലാം തീരും.
വിജനമായ ഒരു വനത്തിൽ ഒരാൽമരച്ചുവട്ടിൽ, അപ്പം കാട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരാൽമരത്തിൻ്റെ ചോട്ടിൽ പരമാത്മാവിനെ ആചാരപ്രകാരം ധ്യാനിച്ചു. എന്നിട്ട് പരമാത്മാവിനെ ഇങ്ങനെ ബ്രഹ്മം എന്ന്, ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയാണ്. നാളെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം പറയുന്നവർ പോകേണ്ടത് ഈ വഴിക്കാണ്. അവർ പോകില്ല. എന്നിട്ട് നാട്ടിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വിടാൻ വേണ്ടി നടക്കും. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, എല്ലാവരും ഈ ഇതെല്ലാം മായയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം പോകേണ്ട വഴി ഇതാണ്. വിജനമായ കാട്ടിലെ ആൽമരത്തിൽ എന്നിട്ട് ബ്രഹ്മത്തെയും ധരിച്ചുകൊണ്ട് ഇരിക്കണം. പക്ഷേ ഈ പറയുന്നവർ പോവില്ല. ധ്യാനിച്ച് അങ്ങനെ ഭക്തിയാൽ കണ്ണീർ പൊഴിച്ചപ്പോൾ, ഭക്തിയിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ തെളിഞ്ഞു വന്നു. അങ്ങനെ ഭക്തിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തെളിഞ്ഞു വന്നു. എൻ്റെ പാട്ട് 19-20 പറയുകയാണ്. പിന്നെ 18 പറയുകയാണ്, പ്രേമത്തിൻ്റെ അധികമായ ഭാരത്താൽ. അപ്പോൾ ആ കൃഷ്ണനെ കണ്ടപ്പോൾ ഭയങ്കര പ്രേമം. പിന്നെ എന്തുണ്ട്, രോമാഞ്ചത്തോടു കൂടി അവയവങ്ങളായാലും അദ്ദേഹത്തിൻ്റെ അവയവങ്ങളെല്ലാം രോമാഞ്ചം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി. പിന്നെ അത്യധികമായ ആനന്ദം, കണ്ടതിലുള്ള ആ അത്യധികമായ ആനന്ദവും എല്ലാം കൂടിയിട്ട് പിന്നെ അദ്ദേഹം ആ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ പിന്നെ ആ രണ്ടിനെയും അവിടെ കണ്ടില്ല. രണ്ടിനെ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താണുള്ളത്? ഒരു ജീവാത്മാവും പരമാത്മാവുമാണ്. നമ്മിൽ ഞാനെന്നൊരു ജീവാത്മാവുണ്ട്, ഒരു പരമാത്മാവുണ്ട്. അത് തമ്മിൽ അടുക്കുമ്പോഴാണ് ആ ദർശനം ഉണ്ടായിരിക്കുന്നത്. ചേർന്നില്ല. പെട്ടെന്നൊരു, അതായത് നമ്മളിങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് അതിനെ തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ രൂപം, നമ്മൾ ഏത് രൂപമാണോ ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ നമുക്ക് കണ്ടതായിട്ടൊരു അനുഭൂതി ഉണ്ടാകും. എപ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും കൂടി ഏകദേശം അടുത്തെത്തുമ്പോൾ, യോജിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതിയെല്ലാം മനസ്സിൽ വരും. ആ രൂപമെല്ലാം ചിലപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ആ രൂപം നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടാവും. അങ്ങനെ ഒരു അനുഭൂതിയാണ് നാരദന് ഉണ്ടായത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഒന്നിനെ തന്നെ അങ്ങനെ ചിന്തിച്ച് മനസ്സിൽ അങ്ങനെ ഇരുന്ന് ബാക്കി ഒന്നും വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവാത്മാവ് പരമാത്മാവുമായിട്ട് ഒന്നായി മാറുകയാണ്. പിന്നെ എന്തില്ല, രൂപവും ഭാവവും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്, വിചാരങ്ങളില്ലാതെ. പക്ഷെ അതിൻ്റെയൊക്കെ അടുക്കുന്ന ആ നിമിഷത്തിൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമ്മൾ എങ്ങനെയാണോ ഭാവനയെ കാണുന്ന ആ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്ന മാതിരി തോന്നും. അതാണ് നാരദൻ ഇവിടെ പറഞ്ഞുകൊണ്ട്, നാരദനിലൂടെ വേദവ്യാസം പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ എന്ത് പറ്റി, പിന്നെ അത് കാണാതെയാകും. അപ്പം ഏകദേശം അതിനോട് അടുക്കുമ്പോൾ, ബ്രഹ്മസാക്ഷാത്കാരത്തോട് അടുക്കുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഒരിക്കലും ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരും. അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പിന്നെ എന്താകുന്നതിന് രണ്ടിനെയും കാണുന്നില്ല, ജീവാത്മാവില്ല പരമാത്മാവില്ല. ഒരു വലിയ ശൂന്യതമായി അന്നേരം അനുഭവപ്പെട്ടു. ഇനി 19 എന്താണ് പറയുന്നത് നോക്കാം. 19 പറയുന്നു, ഭഗവാന്റെ ആ മോഹനമായ സ്വരൂപം, ഭാവനയെ കണ്ട ആ രൂപം മനസ്സിനെ ആകർഷിക്കുന്നതായിരുന്നു. വളരെയധികം മനസ്സിനെ ആകർഷിച്ചു. എന്നിട്ടോ നമ്മുടെ എന്തുണ്ടാക്കുന്നുണ്ട്, ശോകത്തെ എല്ലാം അത് അപഹരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ നമുക്ക് ശോകമൊന്നുമില്ല, നമ്മളെ ശോകങ്ങളെല്ലാം അപഹരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ പെട്ടെന്നത് അപ്രത്യക്ഷമായപ്പോൾ വ്യാകുലത നിമിത്തം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരു വല്ലാത്ത അവസ്ഥ. പിന്നെ കാണാതായപ്പോൾ ഒരു വല്ലാത്ത മനസ്സിന് പരിഭ്രാന്തിയെല്ലാം ഉണ്ടായിരുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി 20 എന്താണ് പറയുന്നതെന്നാണ് നോക്കേണ്ടത്. 20 പറയുന്നത്, ഞാൻ അതിനെ വീണ്ടും കാണുവാൻ ആഗ്രഹിച്ചു. ഇന്നും കാണണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായി. എന്നിട്ട് ഹൃദയത്തിൽ തന്നെ, ഉള്ളിൽ തന്നെ ദർശിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയെങ്കിലും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കെന്തുണ്ടായി, വളരെയധികം ദുഃഖം ഉണ്ടായി. ഇനി നമുക്ക് 21 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് 21 പറയുന്നത്, വാക്കുകൾക്ക് വിഷയീഭവിക്കാത്ത ഭഗവാൻ. അതായത് വാക്കുകളെ കൊണ്ടൊന്നും നമുക്ക്
ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാനാണ്. ആ ഏകാന്തമായ സ്ഥലത്ത് സാധാരണ ആരോടൊന്നും വാക്കുകളെ കൊണ്ടൊന്നും വിഷയീഭവിക്കുന്ന ഒരു സംഗതിയല്ല ഈ ഭഗവാൻ. എങ്കിലും ഈ നാരദനോടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നാരദനിലൂടെയാണ് വേദവ്യാസൻ ഇത് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഒരു തുറസായ സ്ഥലത്ത്, ഏകാന്തമായ സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഈ പറയുന്നതിൽ തന്നെ എന്താണ് മനസ്സിലാക്കണം? നമുക്ക് ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടണമെങ്കിൽ കൂട്ടത്തിലൊന്നും കൂടാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഏകാന്തമായ ഒരു സ്ഥലത്ത് നമ്മൾ തങ്ങണം. അപ്പോൾ ഇവൻ അങ്ങനെ ഒരു ഏകാന്തമായ സ്ഥലത്ത് അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഗാംഭീര്യമായതും മധുരവുമായ ഒരു ശബ്ദം അദ്ദേഹത്തോട് പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. അത് അദ്ദേഹത്തിൻ്റെ ശോകത്തെയെല്ലാം തീർക്കുന്ന തരത്തിൽ ആ ശബ്ദം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ഒരു നാരദൻ എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ പലവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാണ് നമുക്കുണ്ടാകാൻ പോകുന്ന അനുഭവം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇനി അടുത്ത എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ 22 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ ഈ ജന്മത്തിൽ എന്നെ കാണാൻ അർഹതപ്പെട്ടിട്ടില്ല, നിനക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ പറ്റില്ല. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയാലും നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മമേ ശരണമെന്ന് പോയാലും നമുക്ക് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ജീവിതത്തിലെ കർമ്മം തീർന്നത് കൊണ്ടാണ് എന്നിൽ ആഗ്രഹം ഉണ്ടാക്കാത്തത് വേറൊരു ജോലി ചെയ്യിപ്പിക്കാൻ. എൻ്റെ ജോലി തീർക്കും, അപ്പോൾ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ എനിക്ക് വിരക്തി വരുമ്പോൾ ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകും. പക്ഷേ അടുത്ത ജന്മത്തിൽ എനിക്ക് വേറെ ജോലി ഉണ്ടാവും ചെയ്തെടുക്കാൻ. അടുത്ത ജന്മത്തിലും എനിക്ക് ചെയ്യാൻ ജോലി കിടക്കും. അപ്പം പിന്നെ അതിനെക്കൊണ്ട് ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറ്റില്ല. അതുകൊണ്ട് നാരദനോട് പറയുകയാണ്, ഈ ജന്മത്തിൽ എന്നെ കാണുവാൻ അർഹിക്കുന്നില്ല. അതായത് ഞാനുമായിട്ട് ചേരാൻ എനിക്ക് സമയമായിട്ടില്ല. നിന്റെ മനോമാലിന്യങ്ങൾ ദഹിച്ചിട്ടില്ല, മനസ്സിലുള്ള മാലിന്യങ്ങൾ ദഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനിയും മനസ്സിൽ എന്തുണ്ട്? കുറേ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹവും. അതുകൊണ്ട് അത് തീർന്നിട്ടില്ല. അത് തീരാതെ എങ്ങനെയാണ് ഇങ്ങോട്ട് പോവുക? ബ്രഹ്മത്തിലേക്ക് പോയാൽ പിന്നെ ഇനി ഒരു ജോലിയും ബാക്കിയില്ല. അങ്ങനെ ജോലി ബാക്കി വെച്ചിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിന്റെ മനോമാലിന്യങ്ങൾ ദഹിച്ചിട്ടില്ല. അതിനാൽ നിനക്ക് കാണുവാനാകില്ല. ഇനി എനിക്ക് കാണാനൊന്നും പറ്റൂല. പിന്നെ എന്തിനാണ് ഒരിക്കൽ കാണിച്ചു തന്നത് എന്ന് ചോദിച്ചാൽ, അതിന് 23 പ്രാവശ്യം പറയുന്നു. ഒരു പ്രാവശ്യം ആ രൂപം കാട്ടിത്തന്നത് നിനക്ക് ആഗ്രഹം ജനിപ്പിക്കുവാനാണ്. ഒരിക്കൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതിൻ്റെ അത് ചേരണമെന്നുള്ള ആഗ്രഹം കൂടി വരും. അതോടെ നിനക്ക് മാനസിക വിഷവാസനകളെ സമാധാനം വെടിയുവാൻ, വാസനകളെല്ലാം ഒഴിവാക്കി, മനസ്സിലുള്ള വാസനകളെല്ലാം പടിപടിയായി ഒഴിവാക്കിയിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നിൻ്റെ മനസ്സിലുള്ള ഈ വിഷയങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇടക്കിടക്ക് കയറി വരുന്ന വിഷയങ്ങൾ, അതെല്ലാം സാവധാനം വെടിയുവാൻ പറ്റും. അതായത് നിൻ്റെ ആഗ്രഹങ്ങൾ, മനസ്സിലിപ്പോൾ ആഗ്രഹമുണ്ട് അതുമായിട്ട് ചേരണമെന്ന്, അതേസമയം എന്തെങ്കിലും കാര്യം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം വേഗം ചെയ്ത് തീർത്തിട്ട് പിന്നെ എന്താവും? ശാന്തമാകും. എനിക്കിനി ഒരു കർമ്മവും ചെയ്യാനില്ലാത്ത അവസ്ഥ വരും. അപ്പം മനസ്സിലെ മാലിന്യങ്ങളെല്ലാം തീർന്നു, നിൻ്റെ എല്ലാ കർമ്മങ്ങളും തീർന്നു. അപ്പോൾ സാവധാനത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എത്തിച്ചേരാൻ പറ്റും. എന്നിട്ട് പറയുകയാണ് 24, സജ്ജനങ്ങളുടെ സേവ കൊണ്ടാണ് നിനക്ക് സുസ്ഥിരമായ ബുദ്ധി ഉണ്ടായത്.
നീ നല്ല ജനങ്ങളുമായിട്ട് സേവ നടത്തിയിട്ട്, അതായത് ബ്രാഹ്മണരുമായിട്ട് ബ്രഹ്മവുമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയതിന് സമാനമുള്ള ആൾക്കാരുമായിട്ടാണ് കൂട്ടുകൂടിയിരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് എന്ത് പറ്റിയത്? നിന്റെ വിഷയങ്ങൾ മുഴുവൻ അത്തരമായി മാറി. അതോടുകൂടി നിനക്കെന്തായി? ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റി. നേരെ മറിച്ച് നമ്മൾ ഈ സാധാരണ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാൻ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അവരവിടെ പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ്, അല്ല ഇതെല്ലാം മായയാണെന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്ന നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മനുഷ്യൻ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അച്ഛനമ്മമാരെ നോക്കണം, മറ്റേ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. കുടുംബ ഭൗതിക കാര്യങ്ങളാണ് പ്രഭാഷണം നടത്തുന്നത്. അല്ലാതെ നീ വിരക്തിയാവുക, നീ കുടുംബത്തെ ഉപേക്ഷിക്കുക, ഈ കുടുംബം എല്ലാം മിഥ്യയാണ്, ഈ ഭക്ഷണമൊന്നും കഴിക്കരുത്, ഉടുതുണിയിൽ പോലും വിശ്വാസമില്ലാതെ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോവുക, ഏകതാന്തമായ ഒരു സ്ഥലത്ത് പോയിരിക്കും, ഈ പറയുന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ അടുത്താണ് അങ്ങനെ പറയുന്നവരുടെ അടുത്താണ് പോയി കൂടേണ്ടത്. അല്ലാതെ നാട്ടിലെ എല്ലാവരെയും വിളിച്ചു കെട്ടി ആത്മീയ പ്രഭാഷണം നടത്തുന്നതൊന്നും ഇതൊന്നും പറയില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ആടെ ആരും ഇരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സത്സംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കേൾക്കേണ്ടത് ഈ ഇവിടെ പറയുന്ന ഭാഗവതം പറയുന്ന ഈ ഉപദേശങ്ങളാണ്. എന്നിട്ട് അങ്ങനെയുള്ള സജ്ജന സംസർഗം കൊണ്ടാണ് നിനക്ക് സുസ്ഥിരമായ ഈ ബുദ്ധി ജനിച്ചത്. അപ്പം അങ്ങനെയുള്ള ആളുമായിട്ട് ജീവിതത്തിൽ വിരക്തി വന്ന് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്കെല്ലാം ആത്മീയ പ്രഭാഷകരാണ്. അവർ നല്ലോണം ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല വസ്ത്രമെല്ലാം അവർ വസ്ത്രത്തിലെല്ലാം ചിട്ട പുലർത്തുന്നവരാണ്. നല്ല സീറ്റുകളിലെല്ലാം ഇരുന്ന് സുഖിച്ച്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നതല്ല, എല്ലാം കളഞ്ഞു കെട്ടി പോകുന്നവരാണ്. അവരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് ബുദ്ധി, സുസ്ഥിരമായ ബുദ്ധി ഉണ്ടായത്. നല്ലതല്ലാത്ത ഈ ഉടൽ വെടിഞ്ഞ് നീ അപ്പം ഉടനെ തന്നെ എന്ത് ചെയ്യും? ഈ ശരീരം നീ വെടിയും. ഈ ശരീരം ഒന്നിനും കൊള്ളാതെയാണ്. ശരീരത്തിന് അതിന് മുമ്പ് തന്നെ ഈ വർഷമെല്ലാം എടുത്ത് ദൂരക്കളയണം. എന്നാലും എന്തിലേക്ക് ചേരാൻ പറ്റും? ഈ ശരീരം മുഴുവൻ വെടിയണം. എന്നിട്ട് എൻ്റെ പാദത്തിലേക്ക് നീ സാവധാനം എത്തിച്ചേരും. എന്നിട്ട് വേറൊരു അനുഗ്രഹവും നൽകുന്നുണ്ട്. 25. അത് നാരദന് മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ വേരൂന്നിയ ഈ ചിന്താവൃത്തി, അപ്പം എന്നിൽ നീ നിന്റെ മനസ്സ് മുഴുവൻ ലയിപ്പിച്ചത് കൊണ്ട് നിന്നിലുള്ള ഈ ചിന്താഗതികൾ ഒരു കാലത്തും ഇല്ലാതാവുകയില്ല. എൻ്റെ അനുഗ്രഹത്താൽ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കും. അതായത് ഈ സംഭവങ്ങളെല്ലാം എനിക്ക് എപ്പോഴും ഓർക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ കാലത്ത് നേരത്തെ ചോദിച്ചല്ലോ, ഇതെങ്ങനെയാണ് കഴിഞ്ഞ കാലത്തെ എല്ലാം എങ്ങനെ ഓർക്കാൻ പറ്റുന്നു? വേദവ്യാസം. അപ്പോഴാണല്ലോ നാരദൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കിന്നെ ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം അതെല്ലാം കഥയിൽ, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാതെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ചോദ്യമെല്ലാം വരും. അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യത്തക്കവണ്ണമുള്ള ചില പരാമർശങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി. എന്നിട്ട് 26 പറയാണ്, അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശരീരി മാതിരിയാണ് ഇത് കേട്ടത്. അതുകൊണ്ട് നമ്മളെല്ലാം ഇത് കേട്ട് കളയുമെന്നൊന്നും ധരിച്ചു പോകരുത്. നാരദനൊരു സ്പെഷ്യൽ കൺസിഡറേഷനാണ്. അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതാണെങ്കിലും സ്വതമേ അരൂപമായതും, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അരൂപമാണ്, അതിന് ഒരു രൂപവും ഭാവമൊന്നുമില്ല. അത് വന്ന് നമ്മളോട് പറയാനൊന്നും പോകുന്നില്ല. ഇത് നാരദനിലൂടെ നമുക്ക് ആ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് വന്നു പറഞ്ഞു എന്നെല്ലാം പറയല്ലാതെ
സ്വതവേ അതെന്താണ്? അരൂപിയാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതുമായ പരബ്രഹ്മം ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ സാധാരണ നിലയിൽ അത് അരൂപിയാണ്. ഈ വന്ന് സംസാരിക്കാനൊന്നും പോകുന്നില്ല. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിക്കേണ്ട ആളാണെങ്കിൽ അതിന് കൊണ്ടുപോയിട്ട് എത്തിച്ചോളും. അതിന് പിന്നെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത്. നമുക്ക് വിരക്തി വരുമ്പോൾ നമ്മളെ കൊണ്ടുപോയി ബ്രഹ്മത്തിൽ പോയി നമ്മൾ പോലും അറിയാതെ നമ്മളെ തള്ളിക്കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ സംഭവം ഇവിടെ പറഞ്ഞു. സ്വതവേ അരൂപിയാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്. അപ്പം പിന്നെ നാരദനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയില്ല, നാരദൻ്റെ ഉള്ളിൽ കയറി നിന്നുകൊണ്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്ത് പറയാണ്? അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതാണെങ്കിലും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശരീരി പറയുന്ന മാതിരി പറഞ്ഞെങ്കിലും അതിനെന്തില്ല? രൂപവും ഇല്ല. അത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമാണ്. അതുകൊണ്ട് ആ ശക്തിവിശേഷം എന്ത് ചെയ്തു? ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ഞാൻ ആ മഹാത്മാവിൻ്റെ ശ്രേഷ്ഠ നാമങ്ങൾ സ്തുതിച്ച് ആ മഹാത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ പല നാമങ്ങളുണ്ടല്ലോ, അതെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു. ഇനി 27. എന്നിട്ട് 27 പറയുന്നു, ഗൂഢ അർത്ഥങ്ങളുള്ള മംഗളകരവുമായ ഭഗവാന്റെ തിരുനാമങ്ങൾ. അപ്പം ഭഗവാന്റെ തിരുനാമങ്ങൾക്ക് എന്തുണ്ട്? അർത്ഥങ്ങളുണ്ട്. ഭഗവാന്റെ ഓരോ പല നാമങ്ങളുണ്ട്. ആ നാമങ്ങളിലൂടെ പല അർത്ഥങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആര്? ഇതെല്ലാം വേദവ്യാസം ചെയ്ത് വെച്ചതാണ്. അപ്പം ആ നാരദൻ്റെ ഗൂഢനാമങ്ങളും അതിൻ്റെ മംഗളം, അത് മംഗളം ചെയ്യുന്നതാണ്, മംഗളകാരിയാണ്. ആ തിരുനാമങ്ങളിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ കൊണ്ട് പ്രയോജനമുണ്ട്. അത് ഉച്ചരിച്ചുകൊണ്ടും ലജ്ജയില്ലാതെ ഉച്ചരിച്ചുകൊണ്ടും, ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമല്ല, അതൊരു ശാസ്ത്ര പ്രതിഭാസമാണ്. നമ്മളെന്തല്ലോ നിഗൂഢമായ എന്തോ എന്ന് ചിന്തിക്കുകയാണ്. ഇതെല്ലാം ശാസ്ത്രമാണ്. ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്യുവർ സയൻസാണ്, പ്രപഞ്ച നിയമങ്ങളാണ്. എന്നിട്ട് കർമ്മത്തെ ഓർമ്മിച്ചു. അപ്പോൾ എന്തു വേണം? ഇനിയുള്ള സമയത്ത് നമുക്കുള്ള കർമ്മത്തെ, നേരത്തെ തന്നെ പറഞ്ഞു, കുറച്ച് കർമ്മമെല്ലാം ബാക്കിയായിട്ടുണ്ട്, ശുദ്ധിയായിട്ടില്ല. അതും കൂടി ചെയ്തു തീർത്താലേ പോകാൻ പറ്റും. അപ്പോൾ ആ കർമ്മത്തെ ഓർമ്മിച്ചും ആഗ്രഹമില്ലാതെ സന്തുഷ്ടിയോട്, നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എന്ത് കിട്ടിയാലും സന്തോഷം, ആഗ്രഹമില്ലാതെ. ഇനി ഒരു ആഗ്രഹവുമില്ല. മതമകന്നവനായിട്ട് മാത്സര്യമില്ലാതെ അന്ത്യകാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഭൂലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. അപ്പോൾ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പം ആദ്യം ചിലപ്പോൾ നമുക്കൊരു അനുഭൂതിയെല്ലാം ഉണ്ടാകും ബ്രഹ്മസാക്ഷാത്കാരത്തോട് എത്താൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാകും. കാരണം മോഹം ജനിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെന്നാലും അതിൽ ചേരണമെന്നില്ല. അതിൽ ബ്രഹ്മത്തിൽ പോയി ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റണമെന്നില്ല. കാരണം നമുക്ക് ഇന്നും ജോലി ബാക്കിയുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം ഓർത്തിട്ട് നമ്മൾ ചെയ്ത് തീർക്കുക. എന്നിട്ട് നമ്മുടെ സഞ്ചിത കർമ്മങ്ങളെല്ലാം തീർത്തതിൻ്റെ ശേഷം തീർക്കുന്നത് വരെ അങ്ങനെ സഞ്ചരിച്ചു കൊള്ളണം. അഹങ്കാരം എല്ലാം വെടിഞ്ഞ്, ആഗ്രഹങ്ങൾ വെടിഞ്ഞ്, ഒന്നിലും താല്പര്യമില്ലാതെ കർമ്മം എന്തുണ്ടെങ്കിലും ചെയ്ത് തീർത്തിട്ടേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അതുപോലെ പോകണമെന്ന് പറയുകയാണ്. അങ്ങനെ 28 എന്ന് പറയുന്നു. 28, 29 അങ്ങനെ മറ്റൊന്നിലും ആസക്തിയില്ലാത്തവനായി തീർന്ന എൻ്റെ മുന്നിൽ മിന്നൽ പിണർ പോലെ പെട്ടെന്ന് മൃത്യുദേവൻ കടന്നു വന്നു. അങ്ങനെ നമ്മുടെ ജീവിതം നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മൃത്യുദേവൻ വരും പെട്ടെന്ന്, പ്രതീക്ഷിക്കാത്ത തരത്തിൽ. അപ്പോൾ ഞാൻ ആ ബ്രഹ്മത്തിൽ ലയിക്കുകയും എൻ്റെ പഞ്ചഭൂതാത്മകമായ ശരീരം താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ കാലം വന്നിട്ട്
എന്നെ കൊണ്ടുപോയി ആ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. എപ്പോൾ കർമ്മം തീർന്ന അങ്ങനെ സഞ്ചരിച്ച് എൻ്റെ കർമ്മമെല്ലാം തീർന്നപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ആ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു. ശരീരം എന്തായി? എവിടെയോ വന്ന് വീണു. അപ്പം നമുക്ക് സംഭവിക്കുന്ന ഇത് തന്നെയാണ്. നമ്മൾ ബ്രഹ്മമേശാനെ എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണിയടക്കം ഉപേക്ഷിച്ച് ഏകാന്തമായിട്ട് ഇങ്ങനെ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ച് വേറെ നമ്മളെ എന്നാലും കർമ്മം ബാക്കിയേണ്ട അതെല്ലാം ചെയ്തു തീർന്നു. അതെല്ലാം ചെയ്തു തീർത്ത് അങ്ങനെ സഞ്ചരിക്കണം ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ലോകത്ത് കാണുന്ന എല്ലാം അവിടെ വിവരിച്ചത്. അങ്ങനെയൊന്ന് പോകണം. അങ്ങനെ മൃത്യുവിൻ്റെ സമയത്തുമ്പോൾ, ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സമയത്തുമ്പോൾ നമ്മളെ ശരീരം എന്താവും? എവിടെയെങ്കിലും ഒന്ന് പതിക്കും. മറ്റേത് ബ്രഹ്മത്തിൽ പോയി ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിക്കും. എന്നിട്ട് മുപ്പതിൽ എന്ത് പറയുന്നു? പ്രളയ സമയത്ത് അങ്ങനെ. അപ്പം ഇത് ചിലപ്പോൾ ഒറ്റ ജന്മം കൊണ്ടൊന്നും തീരില്ല, കുറേ ജന്മങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അവസാനം എന്തായാലും പ്രളയം വരുമ്പോൾ, മഹാപ്രളയ സമയത്ത് പ്രളയജലത്തിൽ കിടന്നുകൊണ്ടിരുന്ന ശ്രീനാരായണൻ, അപ്പം പ്രളയമെല്ലാം കഴിഞ്ഞിട്ട് ആദ്യ സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ്. ആദ്യ സൃഷ്ടി സമയത്ത് തന്നെയാണ് നാരദൻ വരുന്നത്. അപ്പം പ്രളയ സമയത്ത് പ്രളയജലത്തിൽ കിടക്കുന്ന നാരായണനില് പ്രളയം നടക്കുമ്പോൾ ആ പ്രളയജലത്തിൽ നാരായണനിലാണ് എല്ലാം പോയി ചേരാൻ പോകുന്നത്. അപ്പം അങ്ങനെ ചേരാൻ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ബ്രഹ്മാവും അതിനകത്ത് സൃഷ്ടികർത്താവിനും ജോലി തീർന്നല്ലോ. സൃഷ്ടികർത്താവും അതിനകത്ത് പോയി കൂടുമ്പോൾ ആ സൃഷ്ടികർത്താവിൻ്റെ അകത്തേക്ക് ഇങ്ങേരു കയറി പോയി എന്നാണ് പറയുന്നത്. ആര്? നാരദൻ. അപ്പോൾ ഇദ്ദേഹത്തിനും ആ ബ്രഹ്മത്തിൽ നിന്നാണല്ലോ ജനിച്ചത്. അദ്ദേഹം ജനിച്ചതെന്നാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടാണ്. അപ്പം തിരിച്ചു പോകുമ്പോൾ എങ്ങനെ തന്നെയാണ് പോവുക? ആ ബ്രഹ്മത്തിലേക്ക് തന്നെ പോയി ആ ബ്രഹ്മം പിന്നെ അതിൻ്റെ അകത്ത് പോയി പോകും, വിഷ്ണുവിന് പോയി വീഴും. കാരണം വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് താമര വന്നിട്ട് ബ്രഹ്മാവ് വന്നത്. ബ്രഹ്മാവിൽ നിന്നാണ് ആര് വന്നത്? നാരദൻ വന്നത്. അപ്പം തിരിച്ചു പോകുമ്പോൾ എങ്ങനെ തന്നെ പോകണം? നാരദൻ പോയിട്ട് ബ്രഹ്മാവിൽ പോയി, ബ്രഹ്മാവ് പോയിട്ട് വിഷ്ണുവിലും പോയി പതിച്ചു. ഏത് സമയം? പ്രളയ സമയം. എന്നിട്ടോ 31 പറയുന്നു 1000 ചതുർയുഗങ്ങളുടെ, അപ്പം 1000 ചതുർയുഗങ്ങളുടെ പര്യവസാനത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറഞ്ഞൊരു പ്രളയമുണ്ട്. അങ്ങനെ എത്ര പ്രാവശ്യം? 1000 ചതുർയുഗങ്ങളുടെ പര്യവസാനത്തിൽ എഴുന്നേറ്റ്. അപ്പോഴാണ് ബ്രഹ്മാവ് പിന്നെ ആദ്യം അതിൻ്റെ അകത്തുനിന്ന് കയറി എണീറ്റ് പുറത്തേക്ക് വരും സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട്. 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ അത്രയും പീരീഡ് അതിൻ്റെ അകത്ത് പോയിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് അതിൻ്റെ അവസാനം ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ ബ്രഹ്മാവ് ആഗ്രഹിച്ചപ്പോൾ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ നിന്നും മരീചി മുതലാവയോടൊപ്പം ഞാനും ജനിച്ചു. അപ്പം പിന്നെയും ഞാൻ ജനിച്ചു ആ സമയത്ത്. അപ്പം കഴിഞ്ഞ യുഗത്തിലെ കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. അപ്പം ഈ യുഗം തുടങ്ങുമ്പോൾ മരീചിൻ്റെ എല്ലാം കൂടെ എല്ലാവരെപ്പോഴും ഞാനും ഇന്നും കയറി വന്നു. അപ്പോൾ ഒരു കാലത്തിൽ ബ്രഹ്മം എങ്ങനെയാണ് ആ സാഗരത്തുനിന്ന്, ആ സാഗരത്തിലാണല്ലോ വിഷ്ണു ശയിക്കുന്നത്. അതിൽ നിന്നാണ് താമരയായിട്ട് ബ്രഹ്മാവ് വന്ന്, ബ്രഹ്മാവ് നാരദനും എല്ലാം പുറത്തേക്കെല്ലാം വന്ന് കുറേ കാലം കഴിഞ്ഞാൽ നമ്മളും വന്ന്. ചിലപ്പോൾ അന്നേരം നമ്മൾ വന്നിട്ടുണ്ടാവും, പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയല്ലോ. ഇത് തിരിച്ചു പോകുമ്പോൾ എല്ലാം പോയിട്ട് ഇതിൽ പോയി ലയിക്കുകയാണ്. ബ്രഹ്മാവിൽ നിന്നാണല്ലോ സൃഷ്ടി വന്നത്. ബ്രഹ്മാവിൽ പോയി ലയിച്ച്, നാരദനും പോയി ലയിച്ച്, ബ്രഹ്മാവസാനം അതിലേക്ക് പോയി. പിന്നെ കുറേ കാലം 1000 ചതുർയുഗങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സൃഷ്ടി നടത്തുമ്പോൾ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ നാരദനും പുറത്ത് വന്നു. എൻ്റെ 32 പറയുന്നു, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു ദിക്കിലും തടവേൽക്കാത്ത സഞ്ചാരത്തോടു കൂടിയവനായി ഒരു പിഴവുമേൽക്കാതെ
മൂന്ന് ലോകത്തിലും സഞ്ചരിക്കുന്നു. എന്നിട്ട് നാരദനായിട്ട് ജനിച്ചിട്ട് പിന്നെ ജോലി എന്താണ്? മൂന്ന് ലോകത്തിലും ഇങ്ങനെ ഒരു തടവൊന്നും ഏൽപ്പിക്കുന്നില്ല. കാരണം ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല നാരദൻ. കാരണം നാരദൻ എല്ലായിടത്തും എത്തണം. എവിടെയെല്ലാം എന്നെ കൊണ്ട് തന്നെ ഇത് നിർബന്ധിച്ചിട്ട് ഈ പ്രോഗ്രാം ഇടിപ്പിച്ചത് നാരദൻ തലയ്ക്ക് ഇരിക്കണം. ആ കൃത്യസമയത്തെപ്പോൾ നീ ഭാഗവതം പറയാൻ നോക്കുന്നു എൻ്റെ തലയിൽ ഇരുന്നിട്ട് കുത്തി ഇളക്കിയതാണ് ഈ ഭാഗവതം പറയാൻ ഈ ജാനുവരി 1 തോന്നിയത്. ഇത് തന്നെയാണ് വേദവ്യാസന് തോന്നിയത്. വേദവ്യാസൻ്റെ തലയിൽ ഇരുന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു, നീ ഇങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് ഒരു ഭാഗവതം അടിച്ചു കിട്ടും. അങ്ങനെ വേദവ്യാസനും ഭാഗവതം അടിച്ചു കിട്ടും. ഇവിടെ എല്ലാവരും ചെയ്യുന്നത്, ഇപ്പം നാരദന് ഒരുപാട് ജോലിയുണ്ട്. എല്ലാവരുടെ തലയിലും കയറിയിട്ട് അതാത് സമയങ്ങളിൽ കർമ്മത്തിന് പ്രേരിപ്പിക്കുക. ഒരു ട്രിഗറിങ് പൾസായിട്ട് മനസ്സ് കയറിയിട്ട് ഒരു കുത്തു കൊടുക്കും. ഇത് ചെയ്യുന്നു പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. അങ്ങനെ മൂന്ന് ലോകങ്ങളിലും സഞ്ചരിക്കുക. വൃത്തിയിലും തടഞ്ഞു വെക്കില്ല. അത് നാരായണൻ്റെ അനുഗ്രഹമാണ്. ആ സിഗ്നലിനെ എല്ലായിടത്തും എത്തണമല്ലോ. വിഷ്ണുവിൻ്റെ അടുത്ത് എത്തണം, എല്ലായിടത്തും എത്തണം. ബ്രഹ്മാവിൻ്റെ അടുത്ത് എവിടെ വേണ്ടെന്ന് വെച്ചാൽ എവിടെ എത്തിയാലും എവിടെയും ഈ ഒരു ഘടകമുണ്ട്. എല്ലാത്തിനെയും ഇറക്കി പ്രേരിപ്പിക്കുന്ന, ഒരു കർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ ശക്തിയാണ് നാരദൻ. അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന വിടുന്നത്. നമ്മൾ കാറിലൊരു സ്റ്റാർട്ട് അടിക്കില്ലേ, അപ്പോഴേ കാറ് സ്റ്റാർട്ടാവും, പിന്നെ അങ്ങ് പോയിക്കോളും. അതുപോലെ ഏത് കർമ്മത്തിനും, ഞാൻ നല്ല ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു മാളിൻ്റെ എല്ലാം മുമ്പിൽ ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കുന്നുണ്ടല്ല, അവിടെ ഒരു സെൻസറുണ്ട്. സെൻസർ എന്നൊരു പൾസ് വരും, ട്രിഗറിങ് പൾസ്. നമ്മൾ റിമോട്ടിൽ ഒരു ട്രിഗറിങ് പൾസ്, അത് പോയിട്ട് ബാക്കി എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കും. ആധുനിക സയൻസിലും പ്രധാനപ്പെട്ടതാണ്. പ്രപഞ്ച സൃഷ്ടിയിലും ഇങ്ങനെ കുറച്ച് ശക്തിവിശേഷമുണ്ട്. നമ്മളെ മനസ്സിനെ കുത്തി അളക്കുന്നുണ്ട്. ഓരോ സമയത്ത് ചെയ്യേണ്ട പ്രവൃത്തിയെ സമയമാകുമ്പോൾ വന്നിട്ട് ഒരു കുത്തു തരും. അപ്പോൾ നമുക്ക് ബോധം വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നു. എന്നിട്ട് 31:3 എന്ത് പറയുന്നു? ഞാൻ മൂന്ന് ലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. ബ്രഹ്മത്താൽ അലങ്കൃതമായ ഈ വീണയെ വായിച്ചു ഹരികഥ പാടി സഞ്ചരിക്കുന്നു. ബ്രഹ്മത്താൽ അലങ്കൃതമായ, ബ്രഹ്മം എന്ന് പറയുമ്പോൾ സൃഷ്ടിക്ക് പ്രേരക ശക്തിയായിട്ട് മാറിയ ഈ വീണ. വീണ നമ്മളിങ്ങനെ മീട്ടിയാണ് ചെയ്യുക. അതുപോലെയാണ് നമ്മൾ ഈ സിഗ്നൽ പൾസ്. നമ്മൾ അമർത്തുമ്പോൾ ഒരു പൾസ് കയറി വരും. ഇലക്ട്രോണിക്സ് എല്ലാം പഠിച്ചവർക്കറിയാം. ആ പൾസാണ് എല്ലായിടത്തും ആക്ട് ചെയ്യുന്നത്. വീണ മാതിരിയാണ് അതിൻ്റെ. ഒരു തട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് ആക്റ്റീവ് ആവും. ഒരു പൾസ്. അത് ഏറ്റവും നല്ല ഉപകരണം എന്താണ്? ബ്രഹ്മത്താൽ അലങ്കൃതമായ ഈ വീണയെ വായിച്ച് ഹരികഥ പാടി സഞ്ചരിക്കുന്നു. അങ്ങനെ എന്നിട്ട് 34 പറയുന്നു, അങ്ങനെ പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിളിച്ചു വരുത്തപ്പെട്ടവനെ പോലെ ശ്രീഹരി എന്ന ചേതന ദർശനം നൽകുന്നു. അങ്ങനെ ഞാൻ വീട്ടുമ്പോൾ ശ്രീഹരി എൻ്റെ ഹൃദയത്തിൽ വന്ന് ദർശനം എനിക്ക് നൽകും. എൻ്റെ അവസാനം നമുക്കും ഒരു ഉപദേശം പറഞ്ഞു തന്ന് അവസാനിപ്പിക്കുകയാണ്. അല്ല, അവസാനിച്ചിട്ടില്ല, നമുക്കൊരു ഉപദേശം തരികയാണ്. എന്താണ്? 35 എന്താണ് ഉപദേശം നൽകുന്നത്? വിഷയങ്ങൾക്കടിമയായി വിവശ ഹൃദയത്തോടുകൂടി കഴിയുന്നവർക്ക്, നമ്മളെല്ലാം വിഷയത്തിൽ ഓരോ വിഷയങ്ങളിൽ പാടുപെട്ട് ഇറങ്ങി വിഷയങ്ങൾക്കടിമയായിട്ട് വിവശ ഹൃദയത്തോടുകൂടി ആ വിഷയങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ടെൻഷൻ അടിച്ച് നടിക്കുന്നവർക്ക് ശ്രീഹരിയുടെ കഥ വർണ്ണിക്കുക മാത്രമേ സംസാര സാഗരത്തെ മറികടക്കാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഈ സംസാര സാഗരത്തെ മറികടക്കേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ശ്രീഹരിയുടെ ഗാനങ്ങൾ ചൊല്ലിക്കൊണ്ട് നടക്കും. ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കിയിട്ട് എല്ലാം ശ്രീഹരിയാണ് ചെയ്യുന്നത്, നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കർമ്മം ചെയ്തു പോകുന്നു. ആര്? നാരദൻ പറഞ്ഞ മാതിരി എല്ലാം അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഞാനത് ചെയ്യുന്നു.
എന്നൊരു വിശ്വാസത്തിൽ അങ്ങ് പോയി കളയണം. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കി തന്നതാണ്. കുഴപ്പമുണ്ടായെങ്കിൽ നേരത്തെ അമ്മ മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റി. അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് തന്നെ ചുരുണ്ടുകൂടി ഇരിക്കണമായിരുന്നു. അപ്പോൾ എല്ലാം നല്ലതായിട്ട് പോസിറ്റീവായിട്ട് കാണുക. നമുക്കോരോ അവസരം ഉണ്ടാക്കി തരികയാണ്. ആ അവസരം നമ്മൾ ഇതിനനുസരിച്ച് പോയിക്കൊള്ളും. അത് മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വഴി ഉള്ളൂ. എന്നിട്ട് 36 പറയുന്നു, കാമം ലോഭത്തിൽപ്പെട്ട മനസ്സ് ശ്രീഹരിയുടെ വചനത്താൽ ശാന്തമാകുന്നത് പോലെ. ഈ നമ്മളെല്ലാം ഓരോ ലോകങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സാധിക്കുമോ സാധിക്കില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിൽ നിന്നെല്ലാം പരിഹരിക്കാൻ നേടാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ശ്രീഹരി എല്ലാം ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊരു ചിന്തയിൽ ചെയ്യുക. ആ പറയുന്ന ഗുണം എന്ത് കിട്ടില്ല? യമം മുതലായ യോഗമാർഗങ്ങളിലൂടെയൊന്നും ശാന്തി ലഭിക്കില്ല. യോഗാസനങ്ങളിലൂടെ ഈ ആസനങ്ങളിലെടുത്ത് യമാദികളായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. നമുക്ക് തോന്നുന്നു യോഗമാർഗത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം, മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. അതും അർഹതപ്പെട്ടവനേ പറ്റുള്ളൂ. യോഗമാർഗങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവർക്കും അത് പറ്റുന്ന കാര്യമല്ല. മനസ്സിന് ഇരുന്നിട്ട് മനസ്സിന് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക എന്നെല്ലാം പറഞ്ഞാൽ 2 മിനിറ്റ് ഇരിക്കും, പിന്നെ എണീറ്റ് അവനവൻ്റെ കാര്യത്തിന് പോകും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സാധാരണ മനുഷ്യന് പ്രായോഗികമായിട്ടുള്ള എന്താണ് ചെയ്യുമ്പം ഇതെല്ലാം ശക്തിയാണ്, ആ ഒരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി. വളരെ ലളിതമാണ്. എല്ലാം ശ്രീഹരിയാണ് ചെയ്യുന്നത്. നാരായണ നാരായണ നാരായണനാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോഴും നാരായണ നാരായണ, ഞാൻ നാരായണൻ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾക്ക് നാരായണൻ ജയിക്കുന്നതാണ് എന്നുള്ള നിലയിൽ അങ്ങ് കണ്ടുകൊണ്ടങ്ങ് ചെയ്താൽ അതാണ് ഏറ്റവും നല്ല പരിപാടി. അല്ലാതെ യോഗാഭ്യാസം നടത്തിയിട്ടൊന്നും അതിനെക്കാട്ടിയും ഗുണം കിട്ടും ഇതാണ് എന്ന് പറയുകയാണ്. ഇനി 37, 38 പറയുകയാണ്, അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും മനഃശാന്തി നേടുവാനുള്ള മാർഗങ്ങളുമെല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞു. വേദവ്യാസനോട് പറയുകയാണ്, അങ്ങ് ചോദിച്ചതല്ലേ ഞാൻ ഉത്തരം വിസ്തരിച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിന് ശാന്തി കിട്ടാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സ്വീകരിക്കേണ്ട ആരാണ്? ഇത് ആരോടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്? നമ്മളോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാത്കാരത്തിന് പോകണ്ടെങ്കിൽ അല്ലേ അത് വേണ്ട. മനസമാധാനം കിട്ടണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ മനസമാധാനം കിട്ടണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നാരായണ നാരായണ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും അങ്ങ് ചെയ്തേക്കും. എന്ത് ചെയ്യുമ്പോൾ നാരായണ നാരായണ, എല്ലാം നാരായണനാണ് ചെയ്യുന്നത്, ഞാനല്ല. ഇതെല്ലാം ചെയ്യുന്ന നാരായണ, ഞാനല്ല. ആ ഒരു ഭാവത്തിൽ പോയാൽ എല്ലാം ശാന്തി ലഭിക്കും. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്ക്? നമുക്കാണ് പറഞ്ഞു തന്നെങ്കിലും ഇത് പറയുന്നത് വേദവ്യാസനാണ്. നാരദനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈ കഥയിൽ നാരദനാണ് വേദവ്യാസനോട് പറയുന്നത്. ഞാനെല്ലാം പറഞ്ഞു തന്ന് എന്നിട്ട് ഇത്രയും പറഞ്ഞു തന്നിട്ട് പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേ വീണ് മുട്ടിക്കൊണ്ട് ലോകം മുഴുവൻ കറങ്ങാൻ പോയി. എന്നിട്ട് അവസാനം ഇവിടെ എല്ലാം കൂടിയിട്ട് സംഗ്രഹിച്ച് പറയുകയാണ്, ഭാഗ്യശാലിയായ ദേവർഷി ശ്രീ വിഷ്ണുവിൻ്റെ കീർത്തിയെ വീണക്കമ്പിയിൽ ഗാനം ചെയ്തുകൊണ്ട് സന്തോഷിച്ചു. അതേ എപ്പോഴും സന്തോഷവാനാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ലോകത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കീർത്തികൾ പാടിക്കൊണ്ട് ലോകം മുഴുവൻ സന്തോഷത്തോടെ സഞ്ചരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തെ സന്തോഷിപ്പിക്കുന്നു. എങ്ങനെയാണ് ലോകത്തെ സന്തോഷിപ്പിക്കുന്നത്? ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യേണ്ട സമയത്തുമ്പോൾ എന്താണോ ആ ബ്രഹ്മം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ സംഭവങ്ങളെല്ലാം നടക്കേണ്ട സമയമാകുമ്പോൾ അവിടെ പോയിട്ട് കുത്തിയിട്ട് വരും, ഇളക്കി വിടും. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എല്ലാവരും ഒരു സിസ്റ്റമായിട്ട് നിൽക്കുമ്പോൾ, ശാന്തമായി നിൽക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കേണ്ടിക്ക് പോയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കണം, എങ്കിലേ അടുത്തയിലേക്ക് വരും. അപ്പോൾ അവിടെ പോയിട്ട്
ശാന്തമായിരിക്കുന്നിടത്ത് ഒരു എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നാലെ പിടിച്ചിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. പിന്നെ അടുത്ത ഘട്ടത്തിൽ ഒരു പുരോഗതിയിലുണ്ടായി ശാന്തമായിരിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് വേറൊന്നും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് യുഗങ്ങൾ മാറി മാറി എല്ലാം വരുന്നത്, ലോകം പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പം ഇങ്ങനെ നാരദന് കുറേ എന്നെ കൊണ്ട് തന്നെ ഇത് ജയിപ്പിച്ചില്ലേ. മനസ്സിലൊരു തോന്നൽ തോന്നി, ആ ജാൻവരി 1 മറ്റേ തീർന്നല്ല എന്താ ഇതങ്ങോട്ട് തുടങ്ങിക്കളയാം. അപ്പം ഇങ്ങനെ ഒരാളെ കൊണ്ട് ഓരോന്നും ജയിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ലോകം മുഴുവൻ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആര് തീരുമാനിച്ചതാണ്? ആ ബ്രഹ്മം തീരുമാനിച്ചാണ്. വേദവ്യാസനെ കൊണ്ട് ജയിപ്പിച്ചത്, കഥ എഴുതിപ്പിച്ചത് ഈ നാരദൻ തന്നെയാണ്. വേദവ്യാസന്റെ എല്ലാ വേദങ്ങളും വ്യസിച്ചതും ഇതേ. എന്നേരം നാരദൻ മനസ്സിൽ പോയിട്ട് ഒരു തോന്നൽ തോന്നിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും വ്യസിച്ച് കളയാണ്. ആ വ്യസിച്ച് കളഞ്ഞു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടി മുതൽ ബ്രഹ്മാവിന് ആദ്യം സൃഷ്ടി നടത്താൻ ഒന്നും അറിയില്ല, സൃഷ്ടി നടത്താൻ വഴിയൊന്നുമില്ല, സയൻസ് ഇല്ല, എന്താ ചെയ്യുക? അപ്പം വിഷ്ണുവിനൊരു തോന്നൽ തോന്നി. വിഷ്ണുവോട് പോയിട്ട് ഒരു തോന്നൽ തോന്നിച്ചോ. വിഷ്ണു പോയിട്ട് എവിടെയെല്ലാം പോയിട്ട് ഇതെല്ലാം ചെയ്ത് ആ വേദങ്ങളെല്ലാം വീണ്ടെടുത്തിട്ട് കൊണ്ട് കൊടുത്തു. ഇതാ വേദം, ഇതാ പിടിച്ചോ, ഇത് നോക്കിയിട്ടുണ്ടായിക്കോ. അപ്പം ഇതിനെല്ലാം പ്രേരിപ്പിക്കാനൊരു ശക്തിയുണ്ട്. അതാണ് ഈ നാരദൻ. അപ്പം ലോകം മുഴുവൻ വീണയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്.